പ്രധാനപ്പെട്ട സുപ്രധാന ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായത്. അംശവടിയും മാലയും കൈമാറി ഇന്ത്യയുടെ ചുമതലകൾ പുതിയ കാത്തോലിക്കയ്ക്ക് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കരിങ്ങാച്ചിറ കത്തീഡ്രൽ, സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും ഇപ്പോൾ ഫാദർ ടിജോ മാർക്കോസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഫാദർ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. അംശവടിയും മാലയും ഒക്കെ കൈമാറി ഇന്ത്യയുടെ ചുമതലകൾ പുതിയ കാത്തോലിക്കയെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നടക്കാനുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കാത്തോലിക്കയുടെ സ്ഥാനാരോഹണത്തിന്റെ അവന്റെ പരിസമാപ്തിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ശുശ്രൂഷ സുന്ത്രോണിസോ ശുശ്രൂഷയാണ്. അധികാര ചിഹ്നമായ അംശവടി പരിശുദ്ധ പത്രികീസ് ബാബയുടെ തൃക്കരങ്ങളാൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് അഭിമന്യ പിതാക്കന്മാരുടെ തൃക്കരങ്ങളാൽ അത് നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മോ ബെസിലസ് ജോസഫ് പ്രഥമൻ ബാബായ്ക്ക് നൽകുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ലോകത്തിലെ ക്രൈസ്തവ സഭയിലെ മതമേലധ്യക്ഷന്മാരും ഇന്ത്യയിൽ നിന്ന് കേന്ദ്ര സംഘത്തിന്റെ പ്രതിനിധികളും അതുപോലെ കേരളത്തിന്റെ പ്രതിനിധികളടക്കമുള്ള മറ്റ് ഇതര ക്രൈസ്തവ സഭയിലെ മതമേലധ്യക്ഷന്മാരും എല്ലാം അതിന് സാക്ഷികളാണ്. ഇത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് ഈ വചനിപ്പ് ദിനത്തിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക് പുതിയൊരു അമരക്കാരനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയും സഭാ മക്കളും ഏറെ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. ആ ആഹ്ലാദങ്ങൾ ഇവിടെ കരിങ്ങാച്ചിറ കത്തീഡ്രലില് വിശ്വാസികളുടെ മുഖത്തു നിന്നും വിശ്വാസികളുടെ കൂട്ടായ്മയിൽ നിന്നുമെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും മധുരം വിതരണം ചെയ്ത് അത് ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ സഭ ഇപ്പോൾ ഏറ്റവും ധന്യമായിരിക്കുന്ന നിമിഷമാണിത്. കാരണം പരിശുദ്ധ സഭയ്ക്ക് പുതിയൊരു ഇടയ ശ്രേഷ്ഠനെ ലഭിച്ചിരിക്കുന്നു. ആഗമാന സുറിയാനി സഭയിലെ ഭരണശ്രേണി നോക്കുകയാണെങ്കിൽ പത്രിയർക്കീസ് ബാവയാണ് ഒന്നാം സ്ഥാനത്തെങ്കിൽ രണ്ടാം സ്ഥാനീയനാണ് ശ്രേഷ്ഠ കാതോലിക്ക. അങ്ങനെ പുതിയ ഒരു കാതോലിക്കയെ വാഴിക്കൽ ചടങ്ങാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അന്ത്യഘട്ടത്തിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക്, ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ലബനനിലെ ബെയ്റൂത്തിലുള്ള സെയിന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലാണ്, അച്ചാനെ സെയിന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. മെത്രാപ്പൊലീത്തമാരെ വാഴിക്കാനും പ്രാദേശിക സുന്നഹദോസിനെ നയിക്കാനും ഒക്കെ ഈ കാതോലിക്കയ്ക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനീയൻ. അങ്ങനെ പുതിയ ഒരിടയൻ സഭയ്ക്കുണ്ടാകുന്നു എന്നതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ വിശ്വാസി സമൂഹം പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പത്രിയർക്കീസ് ബാവയുടെ കീഴിൽ പ്രാദേശിക ഭരണത്തിനായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാത്തോലിക്കേറ്റുണ്ട്. അതിലെ 81ാമത്തെ കാതോലിക്ക ബാവയാണ് മാർ ഗ്രിഗോറിയോസ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം തന്നെ ഈ സ്ഥാനാരോഹണ ചടങ്ങ് പൂർത്തിയായ ശേഷം പുതിയ പേരിലാകും മാർ ഗ്രിഗോറിയോസ് അറിയപ്പെടുക എന്നതും ശ്രദ്ധേയമാണത്.